ഹായ്, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മളെ തൂരപ്പരിപ്പ് അഥവാ സാമ്പാർ പരിപ്പിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഈ സാമ്പാർ പരിപ്പ് സാമ്പാറിനകത്ത് ഇട്ട് ഉപയോഗിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറി വെച്ച് ഉപയോഗിക്കാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇത് അരച്ചിട്ട് കുതിർത്ത് വെച്ച് അരച്ചിട്ട് നമുക്ക് വട ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അതിന് പലഹാര രൂപത്തിലും കറി രൂപത്തിലും. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ സാമ്പാർ ചീരേൻ്റെയൊക്കെ കൂടെ ഈ പരിപ്പും കൂടി ഇട്ട് തോരൻ വെക്കും. പിന്നെ ഓരോരുത്തർ ഇപ്പോൾ പ്ലാവലത്തോരൻ എന്ന് പറഞ്ഞിട്ട് പ്ലാവല തോരൻ വെച്ചിട്ട് അതിനോടൊപ്പം ഈ തൂരപ്പരിപ്പ് ചേർത്തിട്ട് എടുക്കുന്നത് ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലൊരു ഫുഡ് ഐറ്റമാണ്. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ശരീരത്തിന് ഒരുപാട് പോഷകങ്ങളൊക്കെ നൽകുന്ന ഒരു കാര്യം കൂടിയാണ് തൂരപ്പരിപ്പ്. പിന്നെ ഈ പരിപ്പ് ഐറ്റമൊക്കെ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ ഒരുപാട് കഴിക്കാതിരിക്കുക. അവർ ഈ ഗ്രീൻ ബീൻസ് ആവട്ടെ, പരിപ്പാവട്ടെ, പയറാവട്ടെ, വൻപയറാവട്ടെ, കടലയാവട്ടെ, മുതിരയാവട്ടെ, അതൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് പറ്റുന്ന രൂപത്തിൽ ഇതിനെയൊക്കെ ആഹാരത്തിനകത്ത് ഉൾപ്പെടുത്താൻ മറക്കണം. നിങ്ങൾക്ക് കുറച്ച് റെസിപ്പിയൊക്കെ ഞാൻ അതിനകത്ത്, റെസിപ്പി എന്ന് പറയാൻ പറ്റില്ല, ഫുഡ് ഐറ്റത്തിൻ്റെ പേര് ഞാൻ ഇത് വെച്ച് ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്, റെഫർ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം. പ്രോട്ടീൻ, വൈറ്റമിൻസ്, മഗ്നീഷ്യം, ഫോസ്ഫറസ് തുടങ്ങിയവയുടെ ഒരു കലവറയാണ് ഈ തൂരപ്പരിപ്പ്. ശരീരത്തിന് ഊർജവും കരുത്തും നൽകുന്നു, ദഹന പ്രതിസന്ധി ഇല്ലാതാക്കുന്നു, ഹൈപ്പർ ടെൻഷൻ ഇല്ലാതാക്കുന്നു. പകുതി വെന്ത തൂരപ്പരിപ്പാണ് ആഹാരത്തിന് ഏറ്റവും ഫലപ്രദമായിട്ടുള്ളത്. ഇനി ഈ തൂരപ്പരിപ്പിനെ എങ്ങനെയൊക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്താൻ നോക്കാം. സാമ്പാർ പരിപ്പ് എന്നാണ് ഇതിന് അറിയപ്പെടുന്നത്. അപ്പോൾ സാമ്പാറിനകത്ത് ചേർക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഇത് കുതിർത്ത് വെച്ചിരുന്ന് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് വട ഉണ്ടാക്കാം. ഇനി അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ഉള്ളിയും കൂടെ വേവിച്ചിട്ട് മുളക് പൊടിയൊക്കെ ചേർത്തിട്ട് ഇച്ചിരി മസാലപ്പൊടിയും കൂടെ ചേർത്ത് അങ്ങനെ തന്നെ കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി അതും അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഉള്ളിയും മുളകും ഈ സാമ്പാർ പരിപ്പും കൂടെ നന്നായി വേവിച്ചിട്ട് മസാലപ്പൊടിയൊക്കെ ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് രണ്ടാമത് കടുക് വറുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തു കഴിഞ്ഞാൽ അത് വേറൊരു കറിയാണ്. ഞാൻ അതല്ലെന്നുണ്ടെങ്കിൽ ഇത് ചില തോരനുകളിലൊക്കെ ഇത് ചേർത്ത് നമുക്ക് എടുക്കാൻ പറ്റും. ഏതായാലും ഇത് കഴിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ദോഷമൊന്നും ഉണ്ടാവില്ല, ഗുണം മാത്രമേ ഉണ്ടാവും. അമിതമായി കഴിക്കാൻ പാടില്ല. പല ആളുകൾക്കും പയറുവർഗ്ഗങ്ങൾ അമിതമായി കഴിച്ചു കഴിഞ്ഞാൽ ഗ്യാസിൻ്റെ പ്രശ്നം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അമിതമാക്കാതിരിക്കുക. അത്യാവശ്യം ഒരു ചെറിയൊരു പാത്രത്തിലെങ്കിലും എനിക്ക് ചെറിയ ശ്വാസത്തിൻ്റെ പ്രശ്നം ഉള്ളതുകൊണ്ടാണ് ഇടയ്ക്ക് വീഡിയോയിൽ പ്രശ്നം വരുന്നത്. പാത്രത്തിനകത്തെങ്കിലും കഴിക്കാവുന്ന രൂപത്തിലാക്കി നിങ്ങൾ പാചകം ചെയ്ത് കഴിക്കുക.